ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സന്താന പ്രാപ്തരാസ്തു എന്ന് പറയുന്ന തെലുങ്ക് മൂവിയാണ്. പ്രണയിച്ച് ഒളിച്ചോടി വിവാഹം കഴിച്ച ശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന നായകനും നായികയും. എന്നാൽ നായകന്റെ ഇഷ്യൂസ് മൂലം അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അതവൻ നായികയിൽ നിന്ന് മറച്ചും വെക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അത്യാവശ്യം ഗുണ്ടാ പരിപാടിയൊക്കെയുള്ള ജാക്ക് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ നായകനായ ചൈതന്യയും അവന്റെ സുഹൃത്ത് സുബുവിനെയും തട്ടിക്കൊണ്ടുവരുന്നതാണ്. ഇവർക്ക് ഈ കൊട്ടേഷൻ കൊടുത്തത് ഈശ്വർ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഇതിന് ശരിക്കും ഈശ്വറിനോട് എന്താ ചെയ്തതെന്ന് ജാക്ക് ചോദിക്കുമ്പോൾ ഈശ്വർ പറയുന്നുണ്ട്, ഞാൻ അയാളെ ഒന്നും ചെയ്തില്ല, അയാളുടെ മകളെ ഞാൻ പ്രണയിച്ചു, അത് കാരണം അയാൾ എനിക്ക് ഈ പണി തന്നത്. പ്രണയമെന്ന് കേട്ടപ്പോൾ ജാക്കിന്റെ മനസ്സലിഞ്ഞു. ചൈതന്യോട് അവന്റെ സ്റ്റോറി ചോദിക്കുകയാണ് ജാക്ക്. അങ്ങനെ ചൈതന്യ തന്റെ കഥ പറയുന്നു. സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ചൈതന്യയും സുബുവും. സുബു ഇടയ്ക്ക് UPSC എഴുതാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവനെയും കൊണ്ട് എക്സാം സെന്ററിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ചൈതന്യ ഒരു പെൺകുട്ടിയെ കാണുന്നു. അവൾ എക്സാം എഴുതാൻ വന്നതായിരുന്നു. കല്യാണി എന്നാണ് അവളുടെ പേര്. ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക. കണ്ട മാത്രയിൽ തന്നെ ചൈതന്യക്ക് കല്യാണി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് എക്സാം സെന്ററിലേക്ക് കടക്കാൻ തുടങ്ങിയ അവളെ അവിടുത്തെ അധികൃതർ തടയുന്നത്. കാരണം അവളുടെ സെന്റർ അതായിരുന്നില്ല, കുറച്ചുകൂടി ദൂരെയുള്ള മറ്റൊരു സെന്റർ ആയിരുന്നു. അതോടെ അവൾ ആകെ ടെൻഷനായി. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയെങ്കിലേ പറ്റൂ. അവിടെ മറ്റു വണ്ടികളൊന്നും കാണാത്ത കാരണം അവൾ ചൈതന്യോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഓൾറെഡി അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന അവന് അതിൽ പരം വേറെ സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് അവളുടെ സെന്ററിലേക്ക് പോകുന്നു. ലാസ്റ്റ് മിനിറ്റിലാണ് അവൾ സെന്ററിലേക്ക് ഓടിക്കയറിയത്. അത് കാരണം അവനോടൊരു താങ്ക്സ് പോലും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ പോയത് കാരണം ആകെ വിഷമത്തില് അവൻ അവിടെ തന്നെ നിന്നു. എക്സാം എഴുതി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവൻ അവളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പോകാഞ്ഞത് നന്നായി, എന്തായാലും ഇവിടെ കൊണ്ടുവിട്ടതിന് ഒരുപാട് താങ്ക്സ് എന്ന് അവൾ പറയുന്നു. എന്നാൽ അവനാകട്ടെ അവളെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളോട് നമ്പർ ചോദിക്കുന്നു. ആദ്യം കണ്ടൊരാള് പെട്ടെന്ന് ഇങ്ങനെ നമ്പർ ചോദിച്ചപ്പോ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ തന്റെ പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് അവന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സഹായിച്ചതിന് ഇതിരിക്കട്ടെ എന്ന്. എന്നാൽ അവൻ വീണ്ടും അവളോട് പറയുന്നു, എനിക്ക് കാശൊന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവിടാമെന്ന്. എന്നാൽ അതൊന്നും വേണ്ടെന്ന് തന്നെയാണ് അവള് പറയുന്നത്. ആ സമയം സുബുവിന്റെ കോള് വന്ന കാരണം പോകല്ലേന്ന് പറഞ്ഞിട്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ ഒന്ന് മാറി. പക്ഷെ ആ സമയം കൊണ്ട് അവള് പോയി. അവളെ ഇനി കാണാൻ പറ്റുമെന്നുള്ള വിഷമത്തിലായിരുന്നു അവൻ. നമ്മുടെ ചൈതന്യക്ക് അച്ഛനും അമ്മയും ഒന്നും തന്നെയില്ല, ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അവന്റെ ചേച്ചിയും ഹസ്ബൻഡും കുട്ടിയെല്ലാം തന്നെ ഓസ്ട്രേലിയയിലായിരുന്നു. നാട്ടിലുള്ള അവരുടെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. ചേച്ചിയോടും ചേട്ടനോടും താൻ കണ്ട പെൺകുട്ടിയെ പറ്റി വാതോരാതെ ചൈതന്യ പറയുന്നു. അവളെ ഇനി കാണുമെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. അതിനിടയ്ക്കാണ് ഓഫീസിൽ വെച്ചിട്ട് സുബു തന്റെ മാട്രിമോണി സൈറ്റില് പെൺകുട്ടികളെ നോക്കുന്ന കാണുന്നത്. അതിനിടയ്ക്ക് കല്യാണിയുടെ പ്രൊഫൈലും ചൈതന്യ കാണുന്നു. എന്നാൽ താൻ എക്സാം സെന്ററിൽ വെച്ച് കണ്ട പെൺകുട്ടി ഇതാണെന്ന് അവൻ ആരോടും പറഞ്ഞില്ല. സുബ്ബു വെറുതെ അവൾക്കൊരു റിക്വസ്റ്റ് ഇടുന്നു. എന്നാൽ സ്പോട്ടിൽ തന്നെ അത് റിജക്ട് ആവുകയും ചെയ്തു. അവളുടെ പ്രൊഫൈലില് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമേ കല്യാണാലോചന ക്ഷണിക്കുന്നു എന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ചൈതന്യ അവൾക്കൊരു റിക്വസ്റ്റ് ഇട്ടു. സ്പോട്ടിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അവൻ ഒരുപാട് ഹാപ്പിയായി. മാത്രമല്ല അവളുടെ സ്ഥലമായ വാറങ്കലിലേക്ക് കാണാൻ വരാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അവൻ ഹൈദരാബാദിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അവൾ എക്സാം എഴുതാൻ വന്നത് ഹൈദരാബാദിലായിരുന്നു. അവിടെ വെച്ചാണ് അവൻ അവളെ മീറ്റ് ചെയ്തതും. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൻ അവളെ കാണാൻ വേണ്ടി വാറങ്കലിലേക്ക് പോകുന്നു. ഒരു കോഫി ഷോപ്പിൽ അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയം അടുത്തായിട്ട് മറ്റൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഇവനിങ്ങനെ ടെൻഷൻ അടിച്ച് സിഗരറ്റ് ഒക്കെ വലിച്ചു നിൽക്കുന്ന കണ്ടിട്ട് അയാൾ വന്ന് ഇവനോട് സംസാരിക്കുന്നു. ഇവൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്, എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നു. താൻ IT-യിലാ വർക്ക് ചെയ്യുന്നതെന്ന്. 60,000 രൂപയെ ശമ്പളം ഉള്ളൂ എന്ന് പറയുന്നു. എന്നാൽ എന്തിനാ അങ്ങനെ പറയുന്നത്, 60,000 രൂപ ഞങ്ങളുടെ കാലത്ത് വലിയ തുകയായിരുന്നു എന്ന് അയാൾ പറയുന്നു. ഇത്രയും രൂപ ശമ്പളമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല സേവിങ്സ് ഒക്കെ ഉണ്ടാകുമല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെ സേവിങ്സ് ഒന്നും ഇല്ലാന്ന്. സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ എന്തിനാ, ഞങ്ങൾ അടിച്ചു പൊളിച്ചാ ജീവിക്കുന്നത്. ഒരു മാസം കിട്ടുന്ന കാശിനകത്തുനിന്ന് കുറെ EMI-ക്ക് പോകും. പിന്നെ ഈ സിഗരറ്റിനും മദ്യത്തിനും മാത്രമല്ല ഈ പബ്ബിലും ഒക്കെ പോകുമ്പോ ഒരുപാട് കാശ് ചെലവാകും. അത് കാരണം അങ്ങനെ സേവിങ്സ് ഒന്നുമില്ല. നിന്നെ പോലുള്ള ഒരാൾക്ക് എങ്ങനെ ഒരാൾ അയാളുടെ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട്, എനിക്കിപ്പോ ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവളുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അവൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഒളിച്ചോടി പോയി വിവാഹം കഴിക്കും. എന്നാൽ അത് കേട്ട് അയാൾക്ക് ദേഷ്യം വരുന്നു. അയാൾ പറയുന്നുണ്ട്, പക്ഷെ എന്റെ മകൾ കല്യാണിയെ അതിന് കിട്ടില്ലാന്ന്. ആ സമയത്താണ് അവൻ ആ സത്യം മനസ്സിലാകുന്നത്. അത് കല്യാണിയുടെ അച്ഛനായിരുന്നു. അയാൾ പറയുന്നുണ്ട്, കല്യാണിക്ക് മാട്രിമോണിയിൽ പ്രൊഫൈൽ ഉള്ളത് അവൾക്ക് പോലും അറിയില്ല. ആ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. നിന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതും ഞാനാണ്. ഓൾറെഡി തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് മാത്രമേ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ എന്നാലും വെറുതെ നിന്റെ റിക്വസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് വന്ന് കാണാമെന്ന് കരുതി. IT കമ്പനി ജോലി ചെയ്യുന്നവരുടെ ജീവിതമൊക്കെ ഏകദേശം ഇങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ വായിൽ നിന്ന് കേട്ടതോടെ എനിക്ക് ഏകദേശം ഉറപ്പായി. ചുമ്മാ പോയിരുന്ന കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ടൈപ്പ് ചെയ്താൽ മതിയല്ലോ. അത് കേട്ട് അവന് ദേഷ്യം വരുന്നു. ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്നോണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഈ ലോകത്തുള്ളതെന്നും അത് കാരണം ഞങ്ങളില്ലെങ്കിൽ ഈ ലോകത്ത് പല കാര്യങ്ങളും നടക്കില്ല എന്നും അവൻ പറയുന്നു. എന്തൊക്കെയാണെങ്കിലും തന്റെ മകൾക്ക് ഇവനെപ്പോഴൊരു പയ്യനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോയി. ആകെ സങ്കടത്തിൽ അവൻ അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് റോഡ് സൈഡിൽ പ്രസവവേദന എടുത്തിട്ട് ഒരു സ്ത്രീ കിടക്കുന്ന കാണുന്നത്. കുറെ ആൾക്കാരും കൂടി നിൽപ്പുണ്ട്. അത് കണ്ടിട്ട് അവൻ ഓടിപ്പോയി ആ സ്ത്രീയെ എടുത്ത് തന്റെ കാറിലേക്ക് കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ സ്ത്രീ അങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് നേരത്തെ തന്നെ കല്യാണി ഓട്ടോ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾ വന്നപ്പോഴേക്കും ആ സ്ത്രീയും കൊണ്ടൊരാൾ കാറിൽ പോയി നിറഞ്ഞിട്ട് അവൾ ആ കാറ് പിന്തുടർന്നു പോകുന്നു. അപ്പോഴേക്കും
അപ്പോഴേക്കും ചൈതന്യയാകട്ടെ ആ സ്ത്രീയെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞ് അവിടെ ഓടിയെത്തിയ അവരുടെ ഹസ്ബൻഡ് ചൈതന്യയോട് ഒരുപാട് നന്ദി പറയുന്നത് കണ്ടുകൊണ്ടാണ് കല്യാണി അവിടേക്ക് വരുന്നത്. തങ്ങൾ രണ്ടുപേര് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ഒരേ സ്ത്രീയാണെന്ന് അവർക്ക് മനസ്സിലായി. അവന്റെ ആ ഒരു രീതിക്ക് കണ്ടപ്പോ കല്യാണിക്ക് അവനോടൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. കൂടാതെ നിങ്ങൾ ഹൈദരാബാദിലല്ലായിരുന്നോ, എന്താ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോ അവളുടെ അച്ഛനെ കണ്ട കാര്യമൊന്നും തന്നെ അവൻ പറഞ്ഞില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തോന്നിയൊരു കള്ളം പറയുന്നു, താൻ ഇപ്പൊ ഇവിടെയാ ജോലി ചെയ്യുന്നതെന്ന്. ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് തന്റെ നമ്പർ കൊടുത്തു. പിന്നീട് അവർ അങ്ങോട്ട് സ്ഥിരം മെസ്സേജ് അയക്കുകയും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പതിയെ ഒരു റിലേഷൻഷിപ്പിലേക്കും കടന്നു. കല്യാണിക്ക് ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മയെ നഷ്ടമായതാണ്. അമ്മയുടെ സമാധി സ്ഥലത്ത് കൊണ്ടുപോയാണ് തന്റെ മനസ്സിലെ പ്രണയം പോലും അവൾ ചൈതന്യോട് തുറന്നു പറഞ്ഞത്. അവൾക്ക് സന്തോഷം വരുമ്പോഴും വിഷമം വരുമ്പോഴും എല്ലാം തന്നെ അവൾ ഇവിടെയായിരുന്നു വരാറുണ്ടായിരുന്നത്. ഗവൺമെന്റ് ജോലി വാങ്ങാൻ വേണ്ടിയിട്ട് കല്യാണി ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ചൈതന്യം അവളെ ഹെൽപ്പ് ചെയ്യുന്നു. പല ദിവസങ്ങളിലും അവൻ വാറങ്കലിൽ തന്നെയാണെന്ന് കരുതിയിട്ട് അവൾ അവനെ കാണാൻ വിളിക്കുമ്പോൾ അവൻ ഹൈദരാബാദിൽ നിന്ന് വണ്ടിയോടി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും. എന്നാലും താൻ ഇപ്പോഴും ഹൈദരാബാദിലാണെന്നുള്ള കാര്യം അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കും ഒരു ദിവസം ഇവര് രണ്ടുപേരെ ഒരുമിച്ച് അവളുടെ അച്ഛൻ അമ്പലത്തിൽ വെച്ച് കാണുന്നു. അവളായിട്ട് അച്ഛനെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അച്ഛനെ ഇവരെ കൈയോടെ പിടിച്ചത് അവൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ അയാളാകട്ടെ ദേഷ്യത്തോടു കൂടി അവളോട് പറയുന്നുണ്ട്, ഇവനെ പറ്റി നിനക്കൊന്നും അറിയില്ലാന്ന്. ഓൾറെഡി ഞാനും ഇവന് നേരത്തെ കണ്ടതാ. ഈ വിവാഹം നടക്കില്ലാന്ന് ഞാൻ അവനോട് പറഞ്ഞതുമാണ്. അവന്റെ ജീവിത രീതിയൊന്നും ശരിയല്ല. പബ്ബും മദ്യപാനും സിഗരറ്റ് വലിയൊക്കെ ഇവന്റെ ലൈഫിലുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട് ഇതെല്ലാം ഇന്നത്തെ കാലത്തെ ജനറേഷനിൽ ഉള്ളതാണെന്ന്. പക്ഷേ കല്യാണം കഴിയുമ്പോൾ അവൻ അതൊക്കെ വിട്ടോളും, അതോർത്തച്ഛൻ പേടിക്കണ്ട. എന്നാൽ അയാൾ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ, നിന്നോട് അവൻ ഇത്രയും കാലം കള്ളം പറയുകയായിരുന്നു. ഇവൻ താമസിക്കുന്നത് ഹൈദരാബാദിലാ, അല്ലാതെ ഇവിടെയല്ല. അത് കേട്ടതും കല്യാണി ഒന്ന് ഞെട്ടി. ചൈതന്യ പറയുന്നുണ്ട്, ഞാനത് നിന്നോട് പറയാനിരുന്നതാ, പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് പറയാൻ പറ്റിയില്ല. എന്നാലും നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ ഓടി വന്നിട്ടില്ലേ. ഇവൻ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ അവൾക്ക് ആകെ വിഷമം തോന്നി. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് അവൾ പലതവണ അച്ഛനോട് പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. അവളോട് തൽക്കാലം ഇനി വീടിന് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ റൂമിലേക്ക് തന്നെ അയാൾ കയറ്റി വിട്ടു. പക്ഷെ അവളെ വിളിച്ചിട്ട് കിട്ടാത്ത കാരണം ആകെ വിഷമത്തില് ചൈതന്യ സുബുവും അവളുടെ വീടിന്റെ അടുത്തെത്തി. ഇത് കണ്ട് ഈശ്വറിന്റെ ജോലിക്കാരനാകട്ടെ അയാളെ വിവരം അറിയിച്ചു. ഈശ്വർ വിചാരിക്കുന്നുണ്ട് ഇത് പോലീസിനെ കൊണ്ട് തീർക്കണ്ട, തൽക്കാലം ഏതെങ്കിലും ഗുണ്ടയോട് തന്നെ പറയാം. അങ്ങനെ ജാക്കിനെ വിളിച്ച് പറയുന്നുണ്ട് ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാൻ. അങ്ങനെയാണ് ജാക്ക് ചൈതന്യയും സുബുവിനെ തട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജാക്ക് ആകട്ടെ ഇവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. കാരണം ഓൾറെഡി തന്നെ ജാക്കിന് ഈ ഈശ്വറിനോട് ഒരു ചെറിയ ദേഷ്യമുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജാക്കിനൊരു പ്രണയം ഉണ്ടായിരുന്നു. തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ബുക്കിൽ അവന്റെ ഒരു പ്രണയലേഖനം വെച്ചു. അത് ഈശ്വർ സാറ് കൈയോടെ പൊക്കി മുളയിലെ തന്നെ അവന്റെ പ്രണയം നുള്ളിക്കളയുകയും ചെയ്തു. ആ ദേഷ്യം അവന്റെ മനസ്സിലുള്ളത് കാരണം ഇയാൾക്കൊരു പണി കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ട് അവനാകട്ടെ ഈശ്വരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറിന്റെ മകളെ ഇനി ധൈര്യമായിട്ട് സാറിന് പുറത്തു വിടാം. അവൻ ഇനി സാറിന്റെ മകളെ ശല്യം ചെയ്യില്ല. അവൻ ആവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. അയാൾ കല്യാണിയോട് പറയുന്നുണ്ട്, ഇനി മോള് വേണമെങ്കിൽ പുറത്തു പോയിക്കോ, ഒന്ന് കറങ്ങിട്ടൊക്കെ വരാൻ. അങ്ങനെ അവൾ ലൈബ്രറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയം ജാക്കിന്റെ വണ്ടിയിൽ വന്നിട്ട് അവർ അവളെയും കടത്തിക്കൊണ്ടു പോകുന്നു. അവർ നേരെ അവളെ കൊണ്ടുപോകുന്നത് ചൈതന്യയുടെ അടുത്തേക്കാണ്. അവിടെ എത്തുമ്പോഴാണ് ചൈതന്യെ വിരട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ ആളെ ഇറക്കിയ കാര്യം കല്യാണി അറിയുന്നത്. ഇവരുടെ വിവാഹത്തിന് എന്തായാലും അച്ഛൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതാ നല്ലതെന്നും ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ അച്ഛൻ ക്ഷമിക്കുമെന്നും ജാക്ക് പറയുന്നു. എന്നാലും കല്യാണിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട്. അമ്മ മരിച്ച ശേഷം അവളുടെ അച്ഛൻ ഒരു വിവാഹം കഴിച്ചിട്ടില്ല. അവളെ ആലോചിച്ച് മാത്രമാ ജീവിച്ചിരുന്നത്. പെട്ടെന്ന് അച്ഛനെ ചതിക്കുന്നത് ശരിയാണോ എന്ന് അവൾക്ക് തോന്നുന്നു. ചൈതന്യ അവളോട് പറയുന്നുണ്ട്, തീരുമാനം നിന്റേതാണ്, ഞാൻ നിന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല. നിനക്ക് ഇങ്ങനെ ഒരു വിവാഹം നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. കുറെ ആലോചിച്ചിട്ട് അവള് പറയുന്നുണ്ട് ഞാനും ഓക്കെ ആണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഒളിച്ചോടി പോയി വിവാഹം കഴിക്കുന്നു. ഇതറിഞ്ഞിട്ട് അവളുടെ അച്ഛൻ ഈശ്വർ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. വിവാഹശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഹൈദരാബാദിലേക്ക് പോയി. വിവാഹശേഷമുള്ള അവരുടെ ദിവസങ്ങളെല്ലാം ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു. അമ്മയില്ലാതെ വളർന്ന ചൈതന്യക്ക് ചേച്ചിയുടെ സ്നേഹം പോലും പലപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലെല്ലാം അവർ രണ്ടുപേരും രണ്ട് ഹോസ്റ്റലിൽ നിന്നാണ് വളർന്നിരുന്നത്. അതുകൊണ്ട് അവന്റെ കൂടെ എപ്പോഴും നീ ഉണ്ടാകണമെന്ന് അവന്റെ ചേച്ചി കല്യാണിയോട് പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അച്ഛനുമായിട്ടുള്ള പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവർ. എന്നാൽ അവർ ഓരോ തവണ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. ഒടുവിൽ അവർ പോയി ഒരു ഡോക്ടറെ കാണുന്നു. എന്നാൽ 6 മാസമല്ലേ ആയുള്ളൂ, ഇപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാണെന്ന് ഡോക്ടർ ചോദിക്കുന്നു. 1-2 വർഷം ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ മതി ഈ ട്രീറ്റ്മെന്റ് ഒക്കെ. എന്നാൽ അവർക്ക് പെട്ടെന്നൊരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു. ഇതുവരെ വന്ന സ്ഥിതിക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് എടുക്കാമെന്ന് ഡോക്ടർ പറയുന്നു. രണ്ടുപേരുടെയും ടെസ്റ്റുകൾ കഴിയുന്നു. ചൈതന്യ അവന്റെ സെമൻ അനാലിസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചൈതന്യക്ക് ഓഫീസിലെ പ്രഷർ കൂടി വരികയാണ്. അവൻ പുതിയ പ്രോജക്ട് മാനേജർ ആയിരുന്നു. ഒരു പ്രോജക്ട് 3 മാസത്തിനുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയം കല്യാണിയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ വരുന്നു. അത് അയാളുടെ സെർവന്റ് ആണ് വീട്ടിലേക്ക് വരുന്നത്. അയാളെ കണ്ടതും കല്യാണി സന്തോഷത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഞാൻ മാത്രമല്ല അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛന്റെ ഒരു പഴയ സ്റ്റുഡന്റ് അരുൺ എന്ന് പറയുന്ന ഒരു പയ്യൻ UPSC ക്ലിയർ ചെയ്തു. അവൻ കളക്ടർ ആകാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് നിന്നെയും കാണാമെന്ന് വിചാരിച്ചതാ. അത് കേട്ടതും കല്യാണി ഓടി പുറത്തേക്ക് പോകുന്നു. അവളുടെ അച്ഛൻ പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. പഴയ ദേഷ്യമെല്ലാം മറന്നിട്ട് അയാൾ മകളെ കെട്ടിപ്പിടിക്കുന്നു. ആ സമയം ചൈതന്യ
ആകട്ടെ പ്രോജക്ട് എങ്ങനെ പെട്ടെന്ന് തീർക്കാന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പോഴവന് ഹോസ്പിറ്റലിൽ നിന്നും കോള് വരുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, കല്യാണിയുടെ റിപ്പോർട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നം ചൈതന്യക്കാണ്. അവന്റെ സ്പെർം കൗണ്ട് കുറവാണ്, കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാ, പക്ഷെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നേരെയാകുമെന്ന് അവർ പറയുന്നു. ഇതെല്ലാം കേട്ടതോടുകൂടി അവൻ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്നപ്പോഴാകട്ടെ കല്യാണിയുടെ അച്ഛൻ ഇരിക്കുന്നു. അവനങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇയാൾ ഇത്രയും പെട്ടെന്ന് ദേഷ്യം എല്ലാം മറന്നിട്ട് തിരിച്ചു വന്നുവെന്ന്. കാരണം ഒരു കുട്ടി പോലും ആയിട്ടില്ല. ഒരു കുഞ്ഞായി കഴിയുമ്പോൾ അച്ഛന്റെ ദേഷ്യം മാറുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അവന്റെ ആ സംശയം ശരിയായിരുന്നു. കല്യാണിയുടെ മുന്നിൽ അയാൾ അവനോട് സ്നേഹത്തോട് സംസാരിച്ചെങ്കിലും അവൾ അങ്ങോട്ട് മാറുമ്പോൾ അയാൾ അവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിനക്കെന്റെ മകളോട് ആത്മാർത്ഥ പ്രണയമൊന്നുമില്ലാന്ന് എനിക്കറിയാം. നിന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാ നീ അവളുടെ കൂടെ ഒളിച്ചോടി വിവാഹം കഴിച്ചത്. നീ അന്ന് പറഞ്ഞതല്ലേ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛന് താല്പര്യമില്ലെങ്കിലും അവളെയും കൊണ്ട് നീ കടന്നു കളയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതെനിക്ക് അവളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണെന്ന്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അവളോട് കപട സ്നേഹമൊന്നും അല്ല കാണിക്കുന്നത്. പക്ഷെ അയാൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവളുടെ അച്ഛൻ അവനോട് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം കല്യാണിയോട് അവന് പറയാനും വയ്യ. അച്ഛൻ വന്ന സ്ഥിതിക്ക് കുറച്ചു ദിവസം നിൽക്കട്ടെ എന്നായിരുന്നു കല്യാണിയും പറയുന്നത്. പക്ഷെ അയാളാകട്ടെ അവനെ വെല്ലുവിളിക്കുകയാണ്. 100 ദിവസത്തിനുള്ളിൽ ഞാൻ എന്റെ മകളെ നിന്നിൽ നിന്നകറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറയുന്നു. 100 ദിവസത്തിനുള്ളിൽ നിന്റെ സ്നേഹമൊക്കെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിച്ചോ, പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്റെ മകളെയും കൊണ്ടുപോകാം. അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഓഫീസിലെ പ്രോജക്ടിന്റെ ടെൻഷനും പിന്നെ കുട്ടികളുണ്ടാകാത്തതിന്റെ പ്രശ്നവും അതിന്റെ കൂടെ ഇവളുടെ അച്ഛന്റെ ഓരോ ഭീഷണിയും. കല്യാണിയാകട്ടെ ഇവനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ റിസൾട്ട് എന്തായി എന്ന്. ഇവളുടെ അച്ഛൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാരണം തൽക്കാലം ഈ കാര്യം ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവളുടെ അച്ഛനും അറിയും. അങ്ങനെയാണെങ്കിൽ അത് കാരണമാക്കി ഇവളെയും കൊണ്ട് ഇവളുടെ അച്ഛൻ പോകും. അങ്ങനെ അവൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നുണ്ട് റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഓക്കെ ആണെന്ന്. അവളുടെ അച്ഛനാകട്ടെ ആ 100 ദിവസവും അവിടെ തന്നെ നിൽക്കാനായിരുന്നു തീരുമാനിച്ചത്. വെല്ലുവിളി നീ ഏറ്റെടുത്തു എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ചെയ്ത തെറ്റിനെല്ലാം തന്നെ ഞാൻ നിന്നോട് മാപ്പ് പറയാമെന്ന് അയാൾ പറയുന്നു. അത് കേട്ടതോടെ അവനും പറയുന്നുണ്ട് ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചുവെന്ന്. കല്യാണിയാകട്ടെ തന്റെ അച്ഛനും ഹസ്ബൻഡിനും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ഈശ്വരനോട് അയാളുടെ ജോലിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചൈതന്യ അത്ര മോശം പയ്യനൊന്നും അല്ല എന്ന്. എന്നാൽ അവന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് അറിയാവൂ എന്നാണ് ഈശ്വർ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സുബ്ബ് ചൈതന്യോട് പറയുന്നുണ്ട്, നീ സത്യങ്ങളൊക്കെ കല്യാണിയോട് തുറന്നു പറയാൻ. എന്നാൽ അവളുടെ അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യവും ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന കാര്യം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്നാണ് ചൈതന്യ പറയുന്നത്. അതുകൊണ്ട് എല്ലാം അവളിൽ നിന്നും അവൻ മറച്ചുവെച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ടായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. അവൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാകട്ടെ പതിവ് പോലെ ആയിരുന്നില്ല ഒന്നും. നേരത്തെ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന ആ വീട്ടില് ഇപ്പോൾ നോൺ വെജ് ഇല്ല. 3 മാസത്തേക്ക് ഇനി നോൺ വെജ് പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. അവളും അവളുടെ അച്ഛനും വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷെ അവള് നോൺ വെജ് കഴിക്കുന്നത് അവളുടെ അച്ഛൻ അറിയില്ല. അതുകൊണ്ട് അച്ഛനുള്ള ടൈമിലൊന്നും തന്നെ ഇവിടെ നോൺ വെജ് പറ്റില്ല. കൂടാതെ അവന്റെ മദ്യവും സിഗരറ്റും എല്ലാം അവൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. വിവാഹശേഷവും നീ ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് അവളുടെ അച്ഛൻ പോകുന്നിടം വരെ ഇതെല്ലാം തന്നെ അവൻ നിർത്തിയേ പറ്റൂ. അവൻ ആകെ ദേഷ്യം വരുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് അവരുടെ ബെഡ്റൂമിലാണ് അവളുടെ അച്ഛൻ കിടക്കുന്നത്. അച്ഛന് AC ഇല്ലാതെ പറ്റില്ല എന്ന് അവൾ പറയുന്നു. ആ ബെഡ്റൂമിൽ മാത്രമേ AC ഉള്ളൂ. തൊട്ടടുത്ത ബെഡ്റൂം ആകട്ടെ ഫർണിച്ചർ എല്ലാം വെച്ച് നിറച്ചിരിക്കുകയാണ്. അതിൽ കിടക്കാനും പറ്റില്ല. നമ്മൾ പിന്നെ എവിടെ കിടക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഹാളിൽ കിടക്കാമെന്ന്. 3 മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ ആക്കണമെന്നായിരുന്നു. കാരണം കല്യാണി ഈ 3 മാസത്തിനുള്ളിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും അവളുടെ അച്ഛൻ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകില്ല. പക്ഷെ അയാളുടെ ബെഡ്റൂമിലും ഇവര് ഹാളിലും കിടക്കുമ്പോൾ അതൊന്നും നടക്കത്തുമില്ല. എന്നാലും അയാൾ ഉറങ്ങിയെന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കാമെന്ന് കരുതി അവളുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു ചൈതന്യ. പക്ഷെ അപ്പോഴേക്കും അവളുടെ അച്ഛൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അയാൾ മനഃപൂർവ്വം ഇവരെ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനെന്നുള്ള വ്യാജേന പുറത്തു വരും. എന്നിട്ട് അകത്തു പോയി ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരും. ചൈതന്യയുടെ എല്ലാ രീതികളും മാറി. രാവിലെ ലേറ്റ് ആയിട്ട് പോലും എഴുന്നേക്കാൻ പറ്റില്ല. അവളുടെ അച്ഛന് പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെ നേരത്തെ എഴുന്നേപ്പിക്കും. അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവന്റെ കൂട്ടുകാരൻ സുബ്ബു ആകട്ടെ ഇവരുടെ മാനേജറിനോട് ഇവന്റെ ഇഷ്യൂസിനെ പറ്റി പറയുന്നു. അയാളാകട്ടെ ഇവന്റെ ഒരു വെൽനസ് സെന്റർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഡോക്ടർ ഭ്രമരോ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവിടെ പോയ എല്ലാവർക്കും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ അവിടെ ഒന്ന് പോകാമെന്ന് ചൈതന്യം വിചാരിക്കുന്നു. അങ്ങനെ അവിടെ എത്തി ആ ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോൾ ചൈതന്യക്ക് അയാളൊരു റുട്ടീൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം, ഏതൊക്കെ ഡ്രസ്സ് ഇടണമെന്ന് പോലും. ആ സാധനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് അയാൾ ചൈതന്യക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും കൂടി ഏകദേശം 1,00,000 രൂപയായിട്ടുണ്ടായിരുന്നു. അത്രയും കാശ് ഒരുമിച്ച് കൊടുക്കാനില്ലാത്ത കാരണം അവൻ EMI ഓപ്ഷനാണ് തെരഞ്ഞെടുത്തത്. കൂടാതെ പലതരത്തിലുള്ള യോഗ ആസനങ്ങളും ഒക്കെ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ അവിടേക്ക് വരികയും വേണം. അവിടുന്ന് കിട്ടിയ സാധനങ്ങളുമായിട്ട് അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ കല്യാണിയോട് പറയുന്നുണ്ട്, ഇന്നു മുതൽ ഞാൻ ഹെൽത്തി ആയിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചുവെന്ന്. ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണെന്നും ഇനി മുതൽ മദ്യപാനവും സിഗരറ്റും ഒരു പരിപാടിയില്ല, ഞാൻ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂന്ന് പറയുന്നു. അച്ഛൻ വന്നതിന്റെ ഗുണമായി ഇതെല്ലാന്നും കൂടി അവൻ വെറുതെ പറയുന്നുണ്ട്. അവൾക്കും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്നാൽ ഇവനെ കാണിക്കുന്നത് മുഴുവൻ കല്യാണി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അവളുടെ അച്ഛൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അയാൾ അവനോട് പറയുന്നുണ്ട്, എന്തൊക്കെ കാണിച്ചാലും ശരി 100 ദിവസത്തിനുള്ളിൽ ഞാൻ എന്റെ മകളെയും കൊണ്ട് പോകുമെന്ന്. ഓഫീസിൽ അവന് നല്ല വർക്കുണ്ടായിരുന്നു. രാത്രിയിൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അവളുടെ കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ ഇടയ്ക്ക് പുറത്തിറങ്ങി വരും. അത് കാരണം ഇവർ ഡോർ ലോക്ക് ചെയ്തിട്ട് കിടക്കുന്നു. എന്നാൽ അവളുടെ അച്ഛനാകട്ടെ ഡോർ തുറക്കുന്നു പറഞ്ഞിട്ട് ആകെ ബഹളം. കഴിക്കാനുള്ള മരുന്നൊക്കെ ആകട്ടെ അവൻ തന്റെ കാറിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ ഇതൊക്കെ കണ്ടുപിടിക്കുമെന്നുള്ള പേടിയാണ്. രാത്രിയിൽ ഇവർ തമ്മിൽ ഒന്നിക്കാൻ അച്ഛൻ സമ്മതിക്കാത്ത കാരണം ഇവളുടെ അച്ഛൻ പുറത്തു പോകുന്ന സമയത്ത് കല്യാണി ഇവനെ കോള് ചെയ്യും. അങ്ങനെ അവൻ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങുകയും വീട്ടിലെത്തി കല്യാണിയുടെ കൂടെ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യും. അവളുടെ അച്ഛനാകട്ടെ ഓരോന്നിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ TV കൊള്ളില്ലാന്നും വലിയ TV വേണമെന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവിടുത്തെ ഹാൾ സൈസിന് ഈ ചെറിയ TV തന്നെയാ നല്ലത്, അല്ലെങ്കിൽ കണ്ണ് കേടാവുമെന്ന് ചൈതന്യ പറയുന്നു. അത് ശരിയാണെന്ന് കല്യാണിയും പറയുന്നുണ്ട്. എന്നാൽ അതങ്ങോട്ട് അവളുടെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ വെച്ച് ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കാത്ത കാരണം ഫ്രണ്ട്സിന്റെ വീട്ടിൽ പാർട്ടിക്കും മറ്റും പോകുമ്പോൾ ചില രാത്രികളിൽ അവർ ഫ്രണ്ട്സിന്റെ വീട്ടിൽ തന്നെ തങ്ങുകയും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓഫീസിൽ നിന്ന് അവൻ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് അവളുടെ അച്ഛൻ ആ വീട്ടിലേക്ക് ഒരുപാട് ഫർണിച്ചറും മറ്റും കൊണ്ടുവന്നിരിക്കുന്നതാണ്. അവിടുത്തെ ചെറിയ TV മാറ്റി അയാൾ വലിയ TV വാങ്ങിവെച്ചു. ഇതെല്ലാം കണ്ടിട്ട് ചൈതന്യക്ക് ദേഷ്യം വരുന്നു. എനിക്കിതൊക്കെ വാങ്ങാനുള്ള കഴിവില്ലെന്ന് ചോദിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, നിനക്കിതൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛന്റെ സന്തോഷത്തിന് എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങി തന്നതാണെന്ന്. അവന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് പുതിയ സാധനങ്ങളായി. ഇതിപ്പോ അവന്റെ വീടാണെന്ന് പോലും അവന് തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് അവൻ ഓഫീസിലെത്തുമ്പോഴാകട്ടെ അവന്റെ ഓഫീസിലെ ഒരുവിധം എല്ലാവരും അവന് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്. അല്ലെന്ന് നടന്ന ഏതോ ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ആരും ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. അങ്ങനെ ന്യൂസ് അങ്ങ് പടർന്നു. എല്ലാവരും ഇപ്പൊ അവനെ വേറൊരു രീതിയിൽ നോക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും അവന് കഷ്ടകാലമായിരുന്നു. അതിനിടയ്ക്ക് അവനാകട്ടെ അവലെയൊന്നും ആ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽനസ് സെന്ററിലേക്ക് പോകാറുണ്ട്. ആ ടൈമിൽ അവിടെ വെച്ച് അവൻ ജാക്കിനെ കാണുന്നു. ജാക്കിനും കുട്ടികളുണ്ടാകാൻ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അവന്റെ വൈഫും അവനെ നിർബന്ധിച്ച് ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണ്. അവിടെ വെച്ച് തന്നെ ജാക്ക് മനസ്സിലാക്കുന്നുണ്ട് ചൈതന്യക്കും ഇഷ്യൂസ് ഉണ്ടെന്ന്. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ഇഷ്യൂസ് ആയിരുന്നു. കല്യാണിയുടെ അച്ഛനെ പറ്റി ഇവർ സംസാരിക്കുമ്പോൾ ചൈതന്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അയാൾ ദേഷ്യമൊക്കെ മറന്നിട്ട് കല്യാണി കാണാൻ വന്നു എന്ന്. എന്താണെങ്കിലും എന്റെ കാര്യമൊന്നും തന്നെ നീ വേറെ ആരോടും പറയേണ്ടെന്ന് ജാക്ക് അവനോട് പറയുന്നു. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇതുവരെയും കല്യാണി പ്രഗ്നന്റ് ആയില്ല. ചൈതന്യ വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവള് പറയുന്നുണ്ട്, അച്ഛനുമായിട്ടുള്ള പ്രശ്നം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയും തിടുക്കം കാണിച്ചത്. അച്ഛൻ വിഷമമെല്ലാം മറന്നിട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇത്രയ്ക്ക് തിടുക്കം കാണിക്കണമെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നീ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയാണെങ്കിൽ ആൾക്ക് സന്തോഷമാകില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. അത് കേട്ടപ്പോ കല്യാണിക്കും അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ അവൻ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവൻ ഓഫീസിൽ വർക്ക് പ്രഷർ കൂടിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്ത ആ പ്രോജക്റ്റിൽ എന്തൊക്കെയോ ബഗ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കുന്ന അവന്റെ ടീമിലെ റാം എന്ന് പറയുന്ന ഒരു പയ്യനാകട്ടെ മിക്ക ദിവസങ്ങളിലും ലീവാണ്. അത് കാരണം ആ പ്രോജക്ട് ഒരു രീതിയിലും കംപ്ലീറ്റ് ആകുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഇവരുടെ കോളേജിന്റെ ഒരു റീയൂണിയൻ പാർട്ടി നടക്കുന്നുണ്ട്. അതിലേക്ക് ചൈതന്യയും കല്യാണിയും പോകുന്നു. ചൈതന്യയുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ പാർട്ട്നേഴ്സും വന്നിട്ടുണ്ട്. താനും കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ അച്ഛനും അവരുടെ കൂടെ പോയി. പാർട്ടിയിൽ വെച്ചിട്ട് ആരോ പറഞ്ഞിട്ട് കല്യാണിയുടെ അച്ഛൻ കേൾക്കുന്നുണ്ട് ചൈതന്യക്ക് കോളേജിൽ വെച്ച് ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു എന്ന്. ആ പെൺകുട്ടിയുടെ പേര് ശാന്തി എന്നാണെന്ന്. ആ സമയം ആ ശാന്തി അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ് അവള് വന്നത്. ചൈതന്യ അവളെ കണ്ടതും ആകെ വല്ലാതെയായി. കാരണം കല്യാണിയോട് ശാന്തിയെ പറ്റി അവൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും തൽക്കാലം പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ ശാന്തിയെ പറ്റി അവിടെ ആരോ സംസാരിക്കുന്ന കേട്ടിട്ട് കല്യാണിയുടെ അച്ഛനാകട്ടെ ഇവരുടെ ഇടയിലേക്ക് വന്ന് പറയുന്നുണ്ട്, ചൈതന്യക്ക് ശാന്തിയുമായിട്ട് പ്രണയമായിരുന്നു എന്ന്. എന്റെ ചേച്ചിയുടെ മോളുടെ പേരെന്താ, ശാന്തി എന്നല്ലേ? പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക് അവനിട്ട പേരായിരിക്കും. കൂടാതെ നിങ്ങളുടെ വീടിന്റെ വൈഫൈ പാസ്വേഡും ശാന്തി@1 2 3 എന്നാണ്. അതും പോരാഞ്ഞിട്ട് വീടിന്റെ പേരും ശാന്തി നിലയെന്ന. ഇതെല്ലാം തന്നെ ഈ പ്രണയത്തിന്റെ ഓർമ്മയ്ക്ക് അവൻ ഇട്ടതാ. അത് കേട്ടതോടെ കല്യാണിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്നാൽ അത് അങ്ങനെയൊന്നും അല്ല എന്ന് ചൈതന്യ പറയാൻ ശ്രമിച്ചെങ്കിലും അവൾ അത് കേൾക്കാതെ ദേഷിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇവരെ തമ്മിൽ അടുപ്പിച്ച സന്തോഷത്തിലായിരുന്നു അവളുടെ അച്ഛൻ. പക്ഷെ അവൻ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ആ ശാന്തി ഓർത്തിട്ടല്ല ഇതൊന്നും ഇട്ടിരിക്കുന്നത്. എന്റെ അമ്മയുടെ പേരും ശാന്തി എന്നാണ്. അമ്മയുടെ ഓർമ്മയ്ക്കാണ് എന്റെ ചേച്ചിക്ക് ശാന്തി എന്ന് പേരിട്ടത്. ഈ വീടിന്റെ പേരും അമ്മയുടെ ഓർമ്മയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ അതൊക്കെ നീ അവിടെ വെച്ച് പറയാഞ്ഞത് എന്താണെന്ന് കല്യാണി ചോദിക്കുമ്പോ ആ സമയത്ത് ഞാനിത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് നീ വിചാരിക്കൂ. അതുകൊണ്ടാ ഇവിടെ വന്നിട്ട് ഞാൻ സമാധാനത്തോടെ അത് പറഞ്ഞത്. അവരെ തമ്മിൽ അടുപ്പിച്ചു എന്ന് കരുതിയിട്ട് സന്തോഷമുണ്ടിരുന്ന അവളുടെ അച്ഛന് ദേഷ്യം വരുന്നു. അവര് പിണക്കം മറന്ന് ഒന്നിച്ചിരിക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് കല്യാണിയാകട്ടെ ചൈതന്യോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കോളേജിൽ ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ല. അതൊക്കെ ഓക്കെ, ഇനി നീ എന്നോട് എന്തെങ്കിലും വേറെ മറച്ചു വെച്ചിട്ടുണ്ടോ? അവന്റെ മനസ്സിലൂടെ തനിക്ക് കുട്ടികളുണ്ടാകാത്ത കാര്യം കടന്നു പോകുന്നു. അത് ഇതുവരെയും അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് ഒന്നും തന്നെ മറച്ചു വെച്ചിട്ടില്ല എന്ന് അവൻ പറയുന്നു. തൽക്കാലം അത് അവളോട് പറയേണ്ടെന്ന് തന്നെയായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. പിറ്റേന്ന് അവനാകട്ടെ കല്യാണിയുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും ഞങ്ങളെ അകറ്റാൻ പറ്റില്ല. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എന്തിനാ വെറുതെ നിങ്ങളുടെ ഈഗോ കാരണം ഞങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത്? 90 ദിവസങ്ങൾ കഴിഞ്ഞു, ഇനി 10 ദിവസം കൂടിയുള്ളൂ, നിങ്ങൾ തോറ്റു പോകത്തേ ഉള്ളൂ. അതൊക്കെ കേട്ടപ്പോ അവൻ പറയുന്നത് ശരിയാണെന്ന് ഈശ്വരനും തോന്നി. താൻ വെറുതെ തോക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു 10 ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അത് കാരണം അയാൾ പോകാൻ വേണ്ടിയിട്ട് തന്റെ സാധനങ്ങളെല്ലാം ബാഗിലേക്ക് വെക്കുകയായിരുന്നു. എന്നാൽ അത് കണ്ടിട്ട് കല്യാണി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പെട്ടെന്ന് പോകുന്നതെന്ന്. ഒന്നുമില്ല, എനിക്ക് നാട്ടിൽ കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ടാ പോകുന്നതെന്ന് പറയുന്നു. പക്ഷെ അയാളുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല.
അവള് ചിന്തിക്കുന്നത് ഇനി ചൈതന്യം എന്തെങ്കിലും പറഞ്ഞിട്ട് ഇയാൾ ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണോ എന്ന്. ചൈതന്യം എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോയി. അവളുടെ മനസ്സ് മുഴുവൻ ചൈതന്യ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള ടെൻഷനായിരുന്നു. അവൾ ചൈതന്യെ പലതവണ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ ബിസിയായ കാരണം കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. ഈശ്വരാകട്ടെ അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കോഫി ഷോപ്പിൽ കയറിയപ്പോ അവിടെ വെച്ച് ജാക്കിനെ കാണുന്നു. ജാക്ക് ആകട്ടെ ഇയാളോട് സംസാരിക്കുകയാണ്. നിങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് മോശം വിചാരിച്ചു വെച്ചിരുന്നത്, പക്ഷേ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജാക്ക് വിചാരിച്ചു വെച്ചിരുന്നത് ചൈതന്യക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാമെന്നാണ്. അതൊക്കെ അറിഞ്ഞ ശേഷവും ഇയാൾ ചൈതന്യോട് ദേഷ്യമെല്ലാം മറന്ന് ഒരുമിക്കുകയായിരുന്നു എന്നാണ്. ജാക്ക് അതിനെപ്പറ്റി അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. കാരണം അയാൾ അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. ചൈതന്യക്ക് കുട്ടികൾ ഉണ്ടാകില്ല, ഇത് കല്യാണിക്കും അറിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ആ സമയം ചൈതന്യാകട്ടെ ഓഫീസിൽ നല്ല ടെൻഷനിലായിരുന്നു. അവന്റെ ടീമിൽ സ്ഥിരമായിട്ട് ലീവ് എടുക്കുന്ന പയ്യനാകട്ടെ വീണ്ടും ലീവിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്നും അതുകൊണ്ട് അവളുടെ കൂടെ തനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. എന്നാൽ ചൈതന്യ പറയുന്നുണ്ട് പ്രഗ്നന്റ് ആയ പല സ്ത്രീകളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ അതും പറഞ്ഞിട്ട് ഈ സമയത്ത് ലീവ് എടുക്കാൻ പറ്റില്ല, നീ ഇവിടെ തന്നെ വേണമെന്ന്. നീ മാത്രമല്ല ഈ ലോകത്ത് അച്ഛനായിരിക്കുന്നത്. എന്നാൽ അത് കേട്ടിട്ട് ആ പയ്യൻ പറയുന്നുണ്ട് ഒരു അച്ഛനാകുന്നതിന്റെ ടെൻഷനോ അല്ലെങ്കിൽ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എന്ത് ടെൻഷനാണ് ഉണ്ടാകുന്നതെന്നൊന്നും തന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം അവന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഈ ഓഫീസ് മുഴുവൻ അറിയാം. അതിന്റെ പേരിൽ അവർ തമ്മിൽ ചെറിയ തർക്കവും ഉണ്ടായി. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവൻ ഈശ്വരന്റെ കോള് വരുന്നത്. നീ നല്ലവനാണെന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങിയതാ, പക്ഷേ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള സത്യം നീ ഇത്രയും കാലം മറച്ചു വെച്ചല്ലേ. അതുകൊണ്ട് ഈ കാര്യം ഞാൻ കല്യാണിയോട് പറഞ്ഞിട്ട് അവളായിട്ട് നിന്നെ ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാളും നല്ലത് നീ തന്നെ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ശരി എന്റെ മകളെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതാ നല്ലത്. അയാളുടെ ആ ഭീഷണിയെല്ലാം കേട്ടതോടുകൂടി അവൻ ആകെ സങ്കടത്തിലായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. കല്യാണിയോട് അവൻ സത്യങ്ങൾ തുറന്നു പറയാനും വയ്യ. അത് കാരണം അയാൾ പറഞ്ഞ പോലെ അവളെ അയാളുടെ അടുത്തേക്ക് തന്നെ വിടാമെന്ന് അവൻ കരുതി. അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൻ മദ്യപിച്ചിട്ട് വരികയും മദ്യപാനിയായി തന്റെ ഒരു കൂട്ടുകാരനെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഇവൻ കാരണമാണോ തന്റെ അച്ഛൻ പോയതെന്ന് കരുതിയിട്ട് ദേഷ്യത്തിലിരിക്കുകയായിരുന്നു കല്യാണി. ഇവൻ ഈ അവസ്ഥയിൽ കണ്ടതോടുകൂടി അവളുടെ ദേഷ്യം കൂടി. ഓരോന്ന് പറഞ്ഞ് അവൾ വഴക്കിടാൻ തുടങ്ങിയതും അവൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഇവിടെ വന്നത് മുതൽ എല്ലാം പ്രശ്നങ്ങളാണെന്ന്. അയാൾ ഈ വീട് തന്നെ മാറ്റി, എന്റെ എല്ലാ രീതികളും മാറ്റി. ഇതിപ്പോ എന്റെ വീടായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. നീ എന്റെ ലൈഫിൽ വന്നത് മുതൽ എല്ലാം പ്രശ്നങ്ങളാ. നിന്റെ അച്ഛൻ വന്നത് മുതൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ്. എന്റെ ജീവിതം എല്ലാരും കൂടി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ദേഷ്യത്തിൽ എറിഞ്ഞു പൊട്ടിക്കുന്നു. അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത TV പോലും അവൻ തല്ലി പൊളിക്കുന്നു. അച്ഛൻ വാങ്ങിയ TVയോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ അച്ഛന്റെ മകളായ എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ദേഷ്യം വന്നിട്ട് എനിക്ക് നിന്നെ അടിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ നീ വീണ്ടും അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലും ഭേദം ഇങ്ങോട്ടൊന്നും പറയാത്ത ഈ സാധനങ്ങൾ തല്ലിപ്പൊളിക്കുന്നതാ നല്ലത്. എനിക്ക് നിന്റെ അച്ഛനാ വലുതെങ്കിൽ ഇറങ്ങി പോടിയെന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ അച്ഛൻ പറഞ്ഞ പോലെ തനിക്കൊട്ട് യോജിച്ചവനല്ല ഇവനെന്നും നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് ഇപ്പോഴാ മനസ്സിലായതെന്നും പറഞ്ഞിട്ട് അവൾ തന്റെ സാധനങ്ങളും എടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് ചൈതന്യയുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും അവിടേക്ക് വരുന്നു. എല്ലാ കാര്യങ്ങളും അവൻ അവരോട് പറയുന്നു. എന്നാൽ ഈ സത്യങ്ങളെല്ലാം നീ കല്യാണിയോട് തുറന്നു പറയണമെന്നാണ് അവര് പറയുന്നത്. പക്ഷെ അവന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇത്രയും കാലം നീ പലരും പറഞ്ഞതല്ലേ കേട്ടത്, ഇനി നീ നിനക്ക് തോന്നുന്നത് ചെയ്താൽ മതി, നിന്റെ തീരുമാനം എന്തോ അതുപോലെ ചെയ്യും. തൽക്കാലം അവൻ എന്തായാലും കല്യാണിയെ വിളിക്കാൻ നിന്നില്ല. കല്യാണി തിരിച്ചു വന്നത് കണ്ടിട്ട് അവളുടെ അച്ഛനും സന്തോഷത്തിലായിരുന്നു. പരസ്പരം രണ്ടുപേരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോള് പോലും ചെയ്തില്ല. അതിനിടയ്ക്ക് കല്യാണിക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. കുറച്ച് ദൂരെയാണ് കിട്ടിയത്. ആ സമയം അവൾ ചൈതന്യെ ഓർക്കുന്നു. അവൻ നേരത്തെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് എവിടെയെങ്കിലും ദൂരെ ജോലി കിട്ടുകയാണെങ്കിൽ അവൻ അവന്റെ ജോലിയൊക്കെ വിട്ടിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ വന്ന് നിൽക്കുമെന്ന്. ആ സമയത്തെല്ലാം തന്നെ അവനെ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ അച്ഛൻ അവളോട് പറയുന്നുണ്ട് നിനക്ക് ജോലി കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് എന്റെ സ്റ്റുഡന്റ് അരുണ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതും, അതുകൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും അവൻ ചെയ്തു തരുമെന്നും. അങ്ങനെ പിറ്റേ ദിവസം അയാൾ പറഞ്ഞ കളക്ടറായിട്ടുള്ള അരുൺ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. ആ സമയം കല്യാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരുന്നതറിഞ്ഞിട്ട് സ്വീറ്റ്സ് വാങ്ങാൻ പോയതായിരുന്നു അവളുടെ അച്ഛൻ. അരുണാകട്ടെ കല്യാണിയോട് പറയുന്നുണ്ട് 6 മാസം മുമ്പ് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഈശ്വർ സാർ എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു കല്യാണിയുടെ മാരേജിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നും നിങ്ങൾ ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്നും. അതുകൊണ്ട് എനിക്ക് കല്യാണി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചിരുന്നു. അന്നേ ഞാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നതാ. ആ കാര്യം കൂടി താൻ സംസാരിക്കാൻ വേണ്ടിയാ വന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കല്യാണി ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവൾ മുൻപ് നടന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത്. അച്ഛൻ അവളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അരുണിനെ കണ്ടിട്ടാണ് വന്നത്. അന്ന് ഇവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ആദ്യമായിട്ട് അച്ഛൻ ഇവരുടെ വീട്ടിലേക്ക് വന്നതാണ്. എന്നാൽ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ മാരേജിൽ ഇഷ്യൂസ് ഉണ്ടെന്നും ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നും ഓൾറെഡി അരുണിനോട് അവളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം മനഃപൂർവ്വം തന്നെയും ചൈതന്യയും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അരുണിനോട് പറയുന്നുണ്ട് എനിക്കും ചൈതന്യക്കും ഇടയിൽ ഒരു പ്രശ്നമില്ലാന്ന്. അരുൺ അവിടെ നിന്നും തിരിച്ചുപോയി. ആ ടൈമിലാണ് അവളുടെ അച്ഛൻ അവിടേക്ക് വരുന്നത്. അരുൺ ഒന്നും മിണ്ടാതെ പോയത് കണ്ടിട്ട് അയാൾ ആകെ ടെൻഷനിൽ അകത്തേക്ക് വരുമ്പോ ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു കല്യാണി. അച്ഛന്റെ എല്ലാ കളത്തരങ്ങളും തനിക്ക് മനസ്സിലായി എന്ന് കല്യാണി പറയുന്നു. എന്നാൽ നീ വിചാരിക്കുന്ന പോലെ അവനത്ര നല്ലവനല്ല എന്നും അവൻ നിന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ചൈതന്യെ പറ്റി അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛൻ കണ്ടെത്തുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്നും ചൈതന്യക്ക് ഒരു പ്രശ്നമില്ല എന്നും കല്യാണി പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാൻ ജീവിക്കണമെന്ന് നിങ്ങൾ
വാശി പിടിക്കാൻ പാടില്ല. ഇത്രയും കാലം തെറ്റ് ചൈതന്യയുടെ ഭാഗത്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തെറ്റ് അച്ഛന്റെ ഭാഗത്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവൾ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് അയാളാകട്ടെ ചൈതന്യയുടെ സത്യം അവളോട് വിളിച്ചു പറയുന്നു. അവന് കുട്ടികൾ ഉണ്ടാകില്ല. ആ കാര്യം അവൻ നിന്നോട് മറച്ചു വെച്ചു. എന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. പക്ഷെ അവൻ ഒരിക്കലും ഇത് നിന്നിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഇതെല്ലാം കേട്ടിട്ട് ആകെ തകർന്ന് കല്യാണി റൂമിലേക്ക് കയറിപ്പോയി. എന്നാൽ ആ സമയം ചൈതന്യാകട്ടെ കല്യാണിയെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാൻ അവിടേക്ക് വരികയായിരുന്നു. കല്യാണി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി വന്നതും ഈശ്വര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അവർ രണ്ടുപേരും നോക്കിയിട്ടും കല്യാണി അവിടെ എങ്ങും കാണുന്നില്ല. അവൾ റൂമിലും ഇല്ലായിരുന്നു. അവരാകെ ടെൻഷനിലായി. കോരിച്ചൊരിയുന്ന മഴയത്ത് അവരെല്ലാവരും ചേർന്നിട്ട് ചൈതന്യയുടെ കാറിൽ കല്യാണി അന്വേഷിച്ച് നടക്കുകയാണ്. ചൈതന്യയുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് കല്യാണിയുടെ അച്ഛൻ നേരിട്ട് കണ്ടറിഞ്ഞു. ഒരു റെയിൽവേ ക്രോസിൽ വണ്ടി നിന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കല്യാണിയെ പോലൊരു പെൺകുട്ടി പോകുന്ന കണ്ടിട്ട് ചൈതന്യ ഒന്നും നോക്കാതെ റെയിൽവേ പാലം കടന്നിട്ട് അവിടെ കൂടി. ആ ഒരു സെക്കൻഡിൽ അവനെ ട്രെയിൻ ഇടിച്ചില്ല എന്നുള്ള രീതിയിലാണ് പോയത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ കല്യാണിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന കണ്ടിട്ട് അവളുടെ അച്ഛന് മനസ്സിലായി അവൻ എത്രത്തോളം അവളെ പ്രണയിക്കുന്നുണ്ടെന്ന്. കല്യാണി ആയിരുന്നില്ല എന്ന് മനസ്സിലായതും അവൻ ആകെ തകർന്നു പോയി. തിരിച്ചു വന്ന് അവൻ വീണ്ടും വണ്ടിയിൽ കയറി. അവളുടെ അച്ഛനാകട്ടെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അറിയില്ലായിരുന്നു. അവൻ അയാൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു. ഒരു ടെൻഷൻ അടിക്കണ്ടെന്നും പറയുന്നുണ്ട്. അവർ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി നോക്കുന്നു. ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഇവൻ നേരത്തെ ഹെൽപ്പ് ചെയ്ത ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയില്ലേ, ആ ലേഡി തന്റെ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളും കല്യാണിയും ചേർന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ടാണ് എന്റെ കുഞ്ഞിന് ഒരു പ്രശ്നവും വരാതിരുന്നതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഒരുപാട് നന്ദിയും പറയുന്നു. ആ സമയത്താണ് ഇവന്റെ നന്മ കല്യാണിയുടെ അച്ഛൻ മനസ്സിലാക്കുന്നത്. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൈതന്യക്ക് ഓർമ്മ വരുന്നുണ്ട് അവൾ ഒരുപാട് സങ്കടം വരുമ്പോ എവിടെയാണ് പോകാൻ ചാൻസ് എന്ന്. കല്യാണി എവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനെയും ആ ജോലിക്കാരനെയും കൂട്ടിയിട്ട് അവൻ നേരെ പോകുന്നത് അവളുടെ അമ്മയുടെ സമാധി സ്ഥലത്തായിരുന്നു. അവർ പ്രതീക്ഷിച്ച പോലെ അവിടെ അവൾ ഇരിപ്പുണ്ട്. എന്നാൽ ആ സമയം അവിടേക്ക് വന്ന അവളുടെ അച്ഛനാകട്ടെ എല്ലാത്തിനും അവളോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അയാളുടെ ഭാര്യ അടക്കിയ സ്ഥലത്തിരുന്ന് അയാൾ കരയാൻ തുടങ്ങി. തന്റെ മകളെ സംരക്ഷിക്കണമെന്ന് മാത്രമേ അയാൾ കരുതിയിരുന്നുള്ളൂ. എന്നാൽ പല കാര്യങ്ങളും ഓവറായാലും അത് പ്രശ്നമാണെന്ന് അയാൾക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല എന്നും എന്റെ ലൈഫിൽ നീ എന്ത് ഡിസിഷൻ എടുത്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നും അയാൾ കല്യാണിയോട് പറയുന്നു. ആ സമയം ചൈതന്യം അവളോട് മാപ്പ് പറയുന്നു. ടെസ്റ്റ് ചെയ്തപ്പോഴേ തന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ സത്യങ്ങളൊക്കെ നിന്നോട് നേരത്തെ തുറന്നു പറയേണ്ടതായിരുന്നു. ഇപ്പൊ പോലും നീ എന്നോട് ക്ഷമിക്കണമെന്നും എന്റെ കൂടെ വരണമെന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ സത്യങ്ങൾ തുറന്നു പറയാതിരുന്നത് എന്റെ തെറ്റ് തന്നെയാണ്. അതും പറഞ്ഞിട്ട് അവൻ അവളോട് മാപ്പും ചോദിക്കുന്നു. എന്നാൽ അവളാകട്ടെ ഇവർ രണ്ടുപേരോടും പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ കുറിച്ച് എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്റെ അച്ഛനാകട്ടെ എനിക്ക് എന്താണ് നല്ലതെന്ന് ചിന്തിച്ച് അത് സ്വയം ചെയ്യാൻ തീരുമാനിക്കുന്നു. നീയാകട്ടെ ഞാൻ എന്തു ചിന്തിക്കുമെന്ന് കരുതിയിട്ട് പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. എനിക്കറിയാം ഞാൻ എന്താ ചിന്തിക്കുന്നതെന്നും എനിക്ക് എന്താണ് വേണ്ടതെന്നും. കുട്ടികൾ ഉണ്ടാകില്ല എന്ന് കരുതിയിട്ട് ഞാൻ നിന്നെ ഇട്ടിട്ട് പോകില്ല ഒരിക്കലും. നമ്മൾ രണ്ടുപേരുടെയും പ്രണയത്തിന്റെ അടയാളമാണ് കുഞ്ഞ്. പക്ഷെ അത് ഇല്ലാന്ന് കരുതിയിട്ട് നമ്മുടെ പ്രണയം ഇല്ലാതാകില്ല. ഒരു കുഞ്ഞില്ലെങ്കിലും എനിക്ക് നീ മാത്രം മതി. അവളത് പറഞ്ഞതും ചൈതന്യം ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ അച്ഛനോട് അവൾ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും ഒന്നിച്ചു. പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നതാണ്. ചൈതന്യയുടെ കൂട്ടുകാരൻ സുബുവിന്റെ മാരേജ് ഫംഗ്ഷന് അവർ 3 പേരും ചേർന്നാണ് പോകുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.